നോക്കൂ, നമുക്ക് അൻവർ സാദത്ത് കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഒരു ഭാഗത്ത് കാണാം. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും കൂടുതൽ നേതാക്കൾ എത്തുന്നു. അവിടെ ജ്യോതികുമാർ ചമക്കാലയുണ്ട്. ഇപ്പോൾ അൻവർ സാദത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ജോസഫ് ആഴിക്കനും അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ നേതാക്കളുടെ ഒക്കെ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെയും നമ്മൾ കണ്ടതാണ് സമാനമായ ദൃശ്യങ്ങൾ. പിരിമുറുക്കം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ സിനിമ കണ്ടാൽ പോലും ഇത്രയും വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ദൃശ്യം 3യേക്കാൾ വലിയ പൊളിറ്റിക്കൽ സസ്പെൻസ് ആണ്. ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എങ്ങനെയാവും? ജോർജ് കുട്ടി അറസ്റ്റ് ആവുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിലും വലിയ സസ്പെൻസ് ആണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതു നിമിഷം വേണമെങ്കിലും മറ്റ് രണ്ട് നേതാക്കൾക്കും, വി ഡി സതീശനും ഒപ്പം തന്നെ നമ്മളുടെ രമേശ് ചെന്നിത്തലയ്ക്കും ഹൈക്കമാൻഡിന്റെ വിളികളെത്താം. KC വിവരം അറിഞ്ഞിരിക്കുന്നു എന്ന് വേണമോ ധരിക്കാൻ? ആദിൽ പാലോ. ഉറപ്പായും അരുൺകുമാർ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് KCയെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി രണ്ട് നേതാക്കളെയും വിളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റൊരു ഇൻപുട്ട് ആകട്ടെ, ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ഇൻചാർജായ അവിടുത്തെ സംഘടന കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും നിരീക്ഷകരും ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഒരുമിച്ച് KCക്കൊപ്പം പുറപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരവരുടെ വീടുകളിൽ അജയ് മക്കനും ഒപ്പം മുകുൾ വാസ്നിക്കും അവരവരുടെ വീടുകളിൽ തന്നെ തുടരുകയാണ്. ഇതുവരെ എയർപോർട്ടിലേക്ക് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ എന്താണ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം നോബൽ മാരിക്കാരൻ അറിയിക്കുന്നു. നോബൽ മാരിക്കാരൻ 4 മണിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്തെത്തും. നേതാക്കൾ ഒരുമിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അതായത് ചാർട്ടേഡ് ഫ്ലൈറ്റ് റെഡി, എല്ലാ നേതാക്കളും ഒരുമിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 4 മണിയോടെ തിരുവനന്തപുരത്തെത്തും. ഇതാണോ ഏറ്റവും പുതിയ വിവരം? നോബൽ മാരിക്കാരൻ. അരുൺ, നമുക്കിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ നേതാക്കൾ ഒരുമിച്ച് കേരളത്തിലേക്ക് പോകും എന്നാണ്. KC വേണുഗോപാൽ കൂടി പോകേണ്ട സാഹചര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ട് എന്ന് വ്യക്തമാക്കണമെങ്കിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരേ വേദിയിൽ ഉണ്ടാകണം എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ ആ വസതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. 4 മണിക്ക് ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും എന്ന സൂചനയാണ് എന്ന വിവരമാണ് ഇപ്പോൾ നൽകുന്നത്. അതിനനുസരിച്ച് നേതാക്കൾ ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് അറിയാൻ കഴിയുന്നു. എന്നാണെങ്കിലും തീരുമാനം ഇപ്പോഴും ഈ അവസാന വട്ട ചർച്ചയിലും തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. കാരണം ഒരുപക്ഷെ ഇന്നലെ ഈ ചർച്ച നമ്മൾ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: KC വേണുഗോപാലിനെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന കൂടിക്കാഴ്ചയിലേക്ക് ക്ഷണിച്ചു എന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് വാഹനം എടുത്തിട്ടതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ വാഹനം ആ സമയം തന്നെ ഈ വീടിന് മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ വാർത്ത KC വേണുഗോപാലിന്റെ ഓഫീസുകൾ നിരസിച്ചു. അതായത് KC വേണുഗോപാലിനെ വിളിപ്പിച്ചിട്ടില്ല എന്നായിരുന്നു ഇന്നലെ ആ വാർത്ത വന്നത്. പക്ഷേ അതിനപ്പുറം KC വേണുഗോപാലിനെ വിളിപ്പിക്കുകയും പിന്നീട് അത് വാർത്തയാവുകയും ചെയ്തതിന് പിന്നാലെ അത് പിൻവലിക്കുകയാണ് ചെയ്തതെന്നാണ് നമുക്ക് വിവരമുള്ളത്, സൂചനയുള്ളത്. എന്താണെങ്കിലും ആ മീറ്റിംഗ് ആണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവസാനവട്ട അണിനയ നീക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളോ ആണ് നടക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. ഈ നിമിഷം വരെ ദീപാദാസ് മുൻഷിക്ക് ആരാണ് കേരളത്തിലെ നിയമസഭാ കക്ഷി നേതാവ് എന്ന് വ്യക്തമാക്കുന്ന പേപ്പർ ഹൈക്കമാൻഡ് കൈമാറിയിട്ടില്ല. അതായത് തീരുമാനം ഇതുവരെ അച്ചടിച്ച് നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ഈ കൂടിക്കാഴ്ചയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ നേതാക്കൾ ഒരുപക്ഷെ 2 മണിയോടെ അല്ലെങ്കിൽ 1 മണി കഴിയുമ്പോൾ ദില്ലിയിൽ നിന്ന് പുറപ്പെട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും AICCയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാം തയ്യാറാണ്. നേതാക്കൾ അനുവദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ ഇരുത്തിക്കൊണ്ട് ബാക്കി 2 നേതാക്കളെ കൂടി വിളിപ്പിക്കുകയായിരിക്കും. ഒരുപക്ഷെ മറ്റ് ഘടകകക്ഷി നേതാക്കളെയും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനം ഇപ്പോൾ തന്നെ ഉണ്ടായി. അതൊരു പേപ്പറായി പ്രിന്റ് ചെയ്തുകൊണ്ട് ദീപാദാസ് മുൻഷിക്ക് നൽകി നേതാക്കൾ ഉടനെ തന്നെ കേരളത്തിലേക്ക് പുറപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും നിയമസഭാ കക്ഷി യോഗം 1 മണിക്ക് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി. എല്ലാ വാർത്തകളും ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബിഗ് പൊളിറ്റിക്കൽ ഡ്രാമ, കോൺ ബനേഗ കേരള CM.
ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? രാഷ്ട്രീയ നീക്കങ്ങൾ അതിവേഗം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ആദ്യം പ്രേക്ഷകർ അറിഞ്ഞത് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയ ആദ്യത്തെ ദൃശ്യങ്ങളും വാർത്തയും പ്രേക്ഷകർ അറിഞ്ഞത് റിപ്പോർട്ടറിലൂടെയാണ്. ഇപ്പോൾ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, 4 മണിയോടുകൂടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നേതാക്കൾ കേരളത്തിലേക്ക് എത്തും. ഏറ്റവും പുതിയ മറ്റൊരു വിവരം കൂടി, KC വേണുഗോപാലും കേരളത്തിലേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നിയമസഭാ കക്ഷിയോഗം 1 മണിക്കാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ 3 മണിക്കൂർ കൂടി വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് 4 മണിക്ക് മാറ്റി എന്നുള്ളൊരു വിവരം കൂടി, മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നേതാക്കൾ 4 മണിക്ക് മാത്രമേ കേരളത്തിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷിയോഗം 4 മണിക്ക് മാത്രമേ നടക്കുകയുള്ളൂ എന്നാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്? നേതാക്കൾ വരാതെ നിയമസഭാ കക്ഷിയോഗം തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ദീപദാസ് മുൻഷിയുടെ കയ്യിലല്ലേ ആ സീൽഡ് കവർ? ആ സീൽഡ് കവർ വരാതെ നിയമസഭാ കക്ഷിയോഗം തുടങ്ങുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് 4 മണിക്കായിരിക്കും നിയമസഭാ കക്ഷിയോഗം എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 1 മണിക്ക് നിശ്ചയിച്ച നിയമസഭാ കക്ഷിയോഗം 3 മണിക്കൂർ വൈകാൻ സാധ്യതയുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ് 4 മണിക്ക് തിരുവനന്തപുരത്തെത്തും. ഉറപ്പിക്കാമോ ആദിൽ പാലോട്? ഉറപ്പായും അരുൺകുമാർ, മല്ലികാർജ്ജുൻ ഖർഗെയുടെ AICCയിൽ നിന്നും KPCCക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം പോയി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നിയമസഭാ കക്ഷി യോഗം 4 മണിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. അത് MLA-മാരെ അറിയിച്ചു തുടങ്ങി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. അരുൺ പറഞ്ഞതുപോലെ ഈ പെട്ടി പൊട്ടിക്കേണ്ട താക്കോൽ കയ്യിലിരിക്കുന്നത് ദീപാദാസ് മുൻഷിയുടെ കയ്യിലാണ്. ഒപ്പം പോകേണ്ട മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നിരീക്ഷകർ ഇപ്പോഴുമുള്ളത് ദില്ലിയിലാണ്. ഏറ്റവും പ്രധാനം, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന KC വേണുഗോപാലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടത് യോഗത്തിന്. ഇനി അഥവാ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോയാലും ഇല്ലെങ്കിലും എത്തേണ്ട ആൾ KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിമാനം 1 മണിക്ക് പുറപ്പെട്ട് 4 മണിയോടെ തിരുവനന്തപുരത്ത് എത്തും എന്ന വിവരം ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 4 മണിയിലേക്ക് ഈ നിയമസഭാ കക്ഷിയോഗം മാറ്റിവെക്കാനുള്ള നിർദ്ദേശം AICCയിൽ നിന്നും KPCCയിലേക്ക് പോയി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുൺ, വാട്ട് എ വണ്ടർഫുൾ പൊളിറ്റിക്കൽ ഡ്രാമ സസ്പെൻസ് ഡേ. പ്രിയപ്പെട്ട പ്രേക്ഷകർ എഴുതുന്നു, ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റുന്നില്ലല്ലോ, സസ്പെൻസ് ആണ് ബാക്കി എന്ന് പറയുന്നു. ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നാൽ മതി, ആർക്കും ധൃതിയൊന്നുമില്ല. 4 മണിക്ക് നിയമസഭാ കക്ഷിയോഗമേ ഉള്ളൂ. ടോയ്ലറ്റിലൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ റിലാക്സ് ചെയ്തിരുന്നുള്ളൂ. അതിവേഗം വാർത്തകൾ എത്തിക്കാൻ നോബൽ മാരിക്കാരൻ, ഒപ്പം തന്നെ നമ്മൾ റോഷി പാൽ, ആദിൽ പാലോട്, മനീഷ് മഹിപാൽ, TV പ്രസാദ്, സുനിൽ, ഇവരെല്ലാവരും തയ്യാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയം ആദ്യം ഈ വാർത്തകൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്കറിയാം. എല്ലാ ക്യാമ്പിൽ നിന്നുള്ള നീക്കങ്ങളും അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു